തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പെരിങ്കടവിള ഗ്രാമപഞ്ചായത്തിൽ വ്യാജ ഹാജറുണ്ടാക്കി തട്ടിപ്പ്. ജോലിക്കെത്താത്തവർ പണിക്കിറങ്ങിയതായി രേഖകളുണ്ടാക്കി. നടത്തിയ തട്ടിപ്പുകൾ പരസ്യമായി പ്രഖ്യാപിച്ചത് ജനപ്രതിനിധികൾ തന്നെയാണ്. ഈ പ്രഖ്യാപനത്തിന്റെ ശബ്ദരേഖ 24 ലഭിച്ചു. പെരിങ്കടവിള ഗ്രാമപഞ്ചായത്ത് സമിതി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേടുകൾ കാണിച്ചെന്ന് ജനപ്രതിനിധികൾ പരസ്യ പ്രതികരണം നടത്തിയത്. കേന്ദ്ര ചട്ടമനുസരിച്ച് 9 മുതൽ 5 വരെയാണ് ജോലി സമയമെന്നിരിക്കെ 4 മണി വരെ ജോലി ചെയ്താൽ മതിയെന്നാണ് നിർദ്ദേശം. സാധാരണ ആളുകൾക്ക് വേണ്ടി ഒരു ധാരണയുണ്ടായി. ആ ധാരണയിൽ നമ്മൾ 9 മണി മുതൽ 4 മണി വരെ നിങ്ങൾ ആരെങ്കിലും വന്ന് പുറത്തു നിന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം. നമ്മൾ 9 മണി മുതൽ 5 മണി വരെയാണെന്ന് പറയണം. ഇങ്ങനെ തന്നെ പഠിപ്പിച്ചത്. ഇതിനകത്ത് അങ്ങനെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കാൻ പാടില്ലാതിരിക്കെ JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് പണി നടത്തി. ഇതിനുവേണ്ടിയുള്ള പണം ജോലിക്കിറങ്ങാത്തവരെ ജോലിക്കിറങ്ങിയെന്ന് കാണിച്ച് വ്യാജ ഹാജരിലൂടെ വാങ്ങിയെടുത്തു. അവരുടെ തൊഴിൽ കാർഡിന് വേണ്ടി സംഭാവന ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ എടുത്തും പലരും ഈ JCBക്കും അതുപോലെ തന്നെ ഹിറ്റാച്ചിക്കും ഈ മണ്ണ് നികത്തുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളികൾക്കും കൊടുക്കുന്ന ഒരു വലിയ സാഹചര്യം നമ്മുടെ പഞ്ചായത്തിന് ആകമാനം ഉണ്ടായിരുന്നു. അത് പിഴമന വാർഡിലുണ്ട്. 2024 മഹാത്മാ പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്താണ് പെരിങ്കടവിള. ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പെരിങ്കടവിള ഗ്രാമപഞ്ചായത്തിന് ജില്ലാതലത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചിരുന്നു. അതേ പഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് കക്ഷി രാഷ്ട്രീയമില്ലാതെ ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് അത് ലംഘിക്കാൻ തൊഴിലാളികളോട് പരസ്യമായി ജനപ്രതിനിധികൾ ആഹ്വാനം ചെയ്യുന്നത്. ഇത്തരം പ്രവണതകൾ പ്രോത്സാഹിപ്പിച്ചാൽ അത് സംസ്ഥാന വ്യാപക തട്ടിപ്പിനായിരിക്കും ഇടവയ്ക്കുക. MG പ്രതീഷ്, 24 തിരുവനന്തപുരം.